ഹായ്, ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 7 ബൈനോമിയൽ തിയറം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഇമ്പോർട്ടന്റ് പ്രോബ്ലംസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ, അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ആദ്യം ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. ആദ്യം ബൈനോമിയൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ് ബൈനോമിയൽ തിയറം അങ്ങനെ ചോദിക്കാം, എങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഫോർ എനി പോസിറ്റീവ് ഇന്റിജർ n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ a plus b the whole raised to n equal to nc0. ഇവിടെ ഹോൾ റൈസ് ടു 5 ആണെങ്കിൽ 5c0, 6 ആണെങ്കിൽ 6c0, അത്രേ ഉള്ളൂ. nc0 a റൈസ് ടു n, ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ, പ്ലസ് nc1, ഈ a യുടെ പവർ 1 കുറച്ചെഴുതുക, a റൈസ് ടു n-1 ഇൻറ്റു ഈ സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുക b, പ്ലസ് നെക്സ്റ്റ് എന്താണ് nc2 a റൈസ് ടു n-2 ഇൻറ്റു b സ്ക്വയർ. അതായത് ഈ എ യുടെ പവർ 1 കുറച്ച് എഴുതുക, ബി യുടെ പവർ 1 കൂട്ടി എഴുതുക. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? പ്ലസ് nc3 a റൈസ് ടു n-3 ഇൻറ്റു ബി ക്യൂബ്, പ്ലസ് എക്സെട്ര, പ്ലസ് ലാസ്റ്റ് ടൈം ncn, രണ്ടും ഒരുപോലെ വരും. എന്നിട്ട് സെക്കൻഡ് ടൈം റൈസ് ടു മാക്സിമം പവർ b റൈസ് ടു n. മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ nc0 ഫസ്റ്റ് ടൈം റൈസ് ടു മാക്സിമം പവർ a റൈസ് ടു n, പ്ലസ് nc1 അല്ലെ, ഈ nc0, nc1, nc2 അതിനെയാണ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം പവർ 1 കുറച്ച് എഴുതുക, സെക്കൻഡ് ടേമിന്റെ പവർ 1 കൂട്ടി എഴുതുക. അതാണ് ഓർത്തിരിക്കേണ്ടത്. നൗ a-b the whole raised to n, തൊട്ട് മുകളിലത്തെ എക്സ്പാൻഷനിൽ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്താൽ മതി. സോ nc0 a raised to n മൈനസ് nc1 a raised to n-1 into b, പ്ലസ് nc2 a raised to n-2 into b സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് nc3 a raised to n-3 into b ക്യൂബ്, പ്ലസ് എക്സെട്ര, പ്ലസ് ലാസ്റ്റ് ടൈം പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാൻ -1 the whole raised to n ഇൻറ്റു പിന്നെ മേളത്തെ ടൈം ncn b raised to n എന്ന് എഴുതാം. അതായത് ഇവിടെ n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ a-b the whole raised to ഓഡ് നമ്പർ വന്നാൽ ലാസ്റ്റ് ടേമിന്റെ സൈൻ മൈനസ് ആയിരിക്കും. ഈവൻ വന്നാൽ ലാസ്റ്റ് ടേമിന്റെ സൈൻ എന്തായിരിക്കും? പ്ലസ്. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് എക്സ്പാൻഷൻ ചോദിച്ചാലും ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. സിമിലർലി 1 plus x the whole raised to n. സോ നേരത്തെ പറഞ്ഞ nc0 ഫസ്റ്റ് ടേം അത് 1 ആണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം 1 റൈസ് ടു എന്ത് വന്നാലും ആൻസർ 1 ആണ്, അതുകൊണ്ടാണ് അതിവിടെ എഴുതാത്തത്. പ്ലസ് nc1, അടുത്ത് സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം x, ഫസ്റ്റ് ടേം 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സെക്കൻഡ് ടേം ആണല്ലോ x, അതിന്റെ പവർ കൂട്ടി എഴുതിയാൽ മതി. പ്ലസ് nc2 x സ്ക്വയർ, പ്ലസ് nc3 x ക്യൂബ്, പ്ലസ് എക്സെട്ര, പ്ലസ് ncn x റൈസ് ടു n. നെക്സ്റ്റ് 1 മൈനസ് x the whole raised to n, തൊട്ട് മുകളിൽ പറഞ്ഞ എക്സ്പാൻഷനിൽ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് x the whole raised to n. ലാസ്റ്റ് ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാൻ -1 the whole raised to n ഇൻറ്റു ncn x raised to n എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. The expansion of a plus b the whole raised to n consists of n+1 terms. കഴിഞ്ഞ വർഷവും ചോദിച്ചു. a plus b the whole raised to 10 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ടേംസ്. എത്രയായിരിക്കും? 10 plus 1 11 ടേംസ് ഉണ്ടായിരിക്കും. a plus b the whole raised to 5 എക്സ്പാൻഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 6 ആയിരിക്കും. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യന് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയുമാണ് ഈ ചാപ്റ്റർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൽ തന്നെ ഫസ്റ്റ് അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എക്സ്പാൻഡ് x plus 1 by x the whole raised to 6. ഇത് എക്സ്പാൻഡ് ചെയ്യുക യൂസിങ് ബൈനോമിയൽ തിയറം. എക്സ്പാൻഡ് x plus 1 by x the whole raised to 6 equal to നേരത്തെ പറഞ്ഞതുപോലെ n ന് പകരം 6 ആണ്. സോ 6c0 ഫസ്റ്റ് ടേം x raised to maximum power 6 പ്ലസ് 6c1, ഈ x raised to 6 ന്റെ പവർ 1 കുറയ്ക്കുമ്പോൾ x raised to 5 ഇൻറ്റു സെക്കൻഡ് ടേം 1 by x ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്ലസ് 6c2, ആദ്യത്തെ ടേമിന്റെ പവർ 1 കുറച്ച് എഴുതണം, x raised to 4 1 by x സ്ക്വയർ ചെയ്ത് 1 by x സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് 6c3 x raised to 4 എന്തായി മാറും? x ക്യൂബ്. സെക്കൻഡ് 1 by x the whole square 1 by x the whole cube എന്ന് എഴുതാം, പ്ലസ്
6c4 എക്സ് ക്യൂബ് എന്തായി മാറും എക്സ് സ്ക്വയർ, ഇതെന്തായി മാറും 1/x the whole raised to 4 പ്ലസ് 6c5 എക്സ് സ്ക്വയർ ഒന്ന് പവർ കുറയുമ്പോൾ എക്സ് ആയി. നെക്സ്റ്റ് ടേം പവർ ഒന്ന് കൂട്ടുക 1/x the whole raised to 5 പ്ലസ് 6c6 രണ്ടും ഒരുപോലെ വരുമ്പോൾ സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ 1/x റൈസ് ടു 6. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഈ ഫസ്റ്റ് ടേം എലിമിനേറ്റ് ചെയ്ത് പോയി, നെക്സ്റ്റ് 1/x റൈസ് ടു 6 എന്ന് കിട്ടും. ഇനി കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് വാല്യൂസ് കാണുക. ഈ കോമ്പിനേഷൻസിന്റെ 6c0 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 1 into x raised to 6 x raised to 6 6c1 that is 6 എഴുതി. ഇത് x raised to 5 by x, ഒരു x ക്യാൻസൽ ചെയ്താൽ ന്യൂമറേറ്ററിൽ x raised to 4 പ്ലസ് 6c2 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 15 എന്ന് കിട്ടും. ഇവിടെ x raised to 4 by ഇവിടെ എന്ത് വരും x സ്ക്വയർ, x raised to 4 by x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് 6c3 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 20 എന്ന് കിട്ടും. എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ് 1/x the whole cube എന്ന് പറഞ്ഞാൽ 1/x ക്യൂബ്, എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്താൽ 6c3 അത് 20 പ്ലസ് 6c4 ആൻസർ 15. ഇവിടെ എന്ത് കിട്ടും എക്സ് സ്ക്വയർ ഇൻറ്റു 1/x raised to 4. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എക്സ് റൈസ് ടു 4 എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിലാണ് എക്സ് സ്ക്വയർ ബാലൻസ് വരുന്നത്. പ്ലസ് 6c5 ദാറ്റ് ഈസ് 6. ഇവിടെ x raised to 5 താഴെ ഡിനോമിനേറ്ററിൽ ഒരു x ക്യാൻസൽ ചെയ്താൽ താഴെ x raised to 4 എന്ന് കിട്ടും. 6c6 അതിന്റെ ആൻസർ 1 ഇൻറ്റു ഇതെന്താണ് 1/x raised to 6. അല്ലെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും അതിന്റെ പവേഴ്സ് പോകുന്നത്. കൃത്യമായി നമുക്ക് തെറ്റാതെ എഴുതുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് a plus b the whole raised to 4 minus a minus b the whole raised to 4. Hence evaluate √3 plus √2 the whole raised to 4 minus √3 minus √2 the whole raised to 4. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വർഷം എക്സാമിനേഷന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് a plus b the whole raised to 4. നമുക്ക് a plus b the whole raised to 4 minus a minus b the whole raised to 4 ഇവാലുവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം a plus b the whole raised to 4 ഇപ്പൊ പറഞ്ഞതുപോലെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4c0 a raised to 4 പ്ലസ് 4c1 a യുടെ പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ a ക്യൂബ് ഇൻറ്റു സെക്കൻഡ് ടേം എന്താണ് ഇവിടെ b. നെക്സ്റ്റ് പ്ലസ് 4c2 a ക്യൂബിന്റെ പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ a സ്ക്വയർ b, അത് ഒന്ന് കൂട്ടുമ്പോൾ പവർ b സ്ക്വയർ ആവും. പ്ലസ് 4c3 നെക്സ്റ്റ് a സ്ക്വയർ a ആയി മാറി b സ്ക്വയർ b ക്യൂബ് എന്ന് എഴുതാം. പ്ലസ് 4c4 ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്ത് പോയി, സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ b റൈസ് ടു 4. ഇനി കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4c0 1 into a റൈസ് ടു 4 a റൈസ് ടു 4 4c1 4 ഇത് a ക്യൂബ് b പ്ലസ് 4c2 കാൽക്കുലേറ്റർ കൊടുത്താൽ മതി 6, പിന്നെ ബാക്കിയുള്ളത് അതുപോലെ എഴുതുക a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4c3 ദാറ്റ് ഈസ് 4. നെക്സ്റ്റ് എന്താണ് a b ക്യൂബ് പ്ലസ് 4c4 1 into b റൈസ് ടു 4 b റൈസ് ടു 4. ഈ കിട്ടിയത് എന്താണ് a plus b the whole raised to 4. എങ്കിൽ എന്താണ് a minus b the whole raised to 4? തൊട്ട് മുകളിൽ കിട്ടിയതിൽ ഓൾട്ടർനേറ്റീവായി ടേംസ് സൈൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ a raised to 4, അടുത്ത് ഇത് മൈനസ് 4a ക്യൂബ് b, നെക്സ്റ്റ് പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ, നെക്സ്റ്റ് എന്താവും മൈനസ് 4ab ക്യൂബ് പ്ലസ് b raised to 4. കണ്ടോ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ വന്നു. നെക്സ്റ്റ് ഈ കിട്ടിയ രണ്ട് ടേംസും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഈ കിട്ടിയതും സബ്ട്രാക്ട് ചെയ്യണം. ഇതും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ a raised to 4 മൈനസ് a raised to 4 ക്യാൻസൽ ചെയ്ത് പോയി. ഇതും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും 4a ക്യൂബ് b മൈനസ് 4a ക്യൂബ് b, അപ്പൊ അത് പ്ലസ് ആവും. അപ്പോൾ 4a ക്യൂബ് ബിയും 4a ക്യൂബ് ബിയും ആഡ് ചെയ്താൽ 8a ക്യൂബ് b എന്ന് കിട്ടും. ഇതും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ്, ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അടുത്ത് ഇതും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് വരും. 4ab ക്യൂബും 4ab ക്യൂബും ആഡ് ചെയ്താൽ 8ab ക്യൂബ് എന്ന് കിട്ടും. മറ്റത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളതൊന്ന് പുറത്തെടുത്താൽ സിംപ്ലിഫൈഡ് ആൻസർ ആയി. ഇവിടെ 8 ഉണ്ട്, a ഉണ്ട്, b ഉണ്ട്. ഇതിലും 8ab ഉണ്ട്, അത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. 8ab ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ എന്ത് കിട്ടും a ക്യൂബിൽ നിന്ന് ഒരു a പോയാൽ പിന്നെ a സ്ക്വയർ മാത്രം, പ്ലസ് ഇവിടെ 8a ഒരു b പോയാൽ പിന്നെ b സ്ക്വയർ. So which is the value of a plus b the whole raised to 4 minus a minus b the whole raised to 4. നെക്സ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഇതിന്റെ വാല്യൂ കണ്ടെത്തുക. എന്താണ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ? ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ പ്ലേസിൽ √3, ബിയുടെ പ്ലേസിൽ √2, രണ്ടും ഒന്ന് തന്നെയാണ്. √3 plus √2 the whole raised to 4 മൈനസ്
√3 മൈനസ് √2 the whole raised to 4. തൊട്ട് മുകളിൽ ഉള്ള എക്സ്പാൻഷൻ കിട്ടിയപ്പോൾ ആൻസർ ഇതാണല്ലോ. ഈ ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കാണാൻ എക്ക് √3 ബിക്ക് √2 കൊടുക്കുക. ഈ ആൻസറിൽ കാരണം രണ്ടും ഒരേ പാറ്റേൺ ആണ്. എയുടെ പ്ലേസിൽ √3 ബിയുടെ പ്ലേസിൽ √2 വന്നു. അതുകൊണ്ട് ഈ ആൻസറിൽ നമുക്ക് എക്ക് √3 കൊടുക്കാം, ബിക്ക് √2. അപ്പൊ 8 √3 × √2 × എ സ്ക്വയർ √3 സ്ക്വയർ 3 പ്ലസ് ബി സ്ക്വയർ √2 സ്ക്വയർ 2 3 + 2 5 5 × 8 40 40 × √3 √2 മൾട്ടിപ്ലൈ എന്ത് കിട്ടും? √6. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അഥവാ അത് ചോദിച്ചില്ല എങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. Find x plus 1 the whole raised to 6 plus x minus 1 the whole raised to 6. Hence evaluate √2 plus 1 the whole raised to 6 plus √2 minus 1 the whole raised to 6. നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ we have to find x plus 1 the whole raised to 6. ഇവിടെ n എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6c0 ഫസ്റ്റ് ടേം x raised to 6 plus 6c1 x ന്റെ പവർ 1 പറഞ്ഞാൽ x raised to 5 into സെക്കൻഡ് ടേം 1. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1 ആയതുകൊണ്ട് അതിന് എഴുതേണ്ട ആവശ്യമേ ഇല്ല. കാരണം എല്ലായ്പ്പോഴും ഇൻറ്റു 1 ചെയ്താൽ സെയിം ടേം തന്നെ കിട്ടും. അതുകൊണ്ട് 1 ആണെങ്കിൽ അത് പരിഗണിക്കേണ്ട. പ്ലസ് 6c2 x raised to 4. പവർ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി, 1 എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 6c3 x ക്യൂബ് പ്ലസ് 6c4 x സ്ക്വയർ പ്ലസ് 6c5 x പ്ലസ് 6c6. ഇവിടെ എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡ് ടൈം റൈസ് ടു മാക്സിമം പവർ 1 റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ 1 × 1 എന്ന് എഴുതുമ്പോൾ വാല്യൂയിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ജസ്റ്റ് 6c6 എന്ന് എഴുതിയാൽ മതി. ഇനി കാൽക്കുലേറ്റർ എടുത്ത് ഓരോ ബൈനോമിയൽ കോഎഫിഷ്യന്റ് വാല്യൂ കണ്ടെത്തുക. സോ ഇത് 1 ആകുമ്പോൾ 1 × x raised to 6 x raised to 6 6c1 6 പിന്നെ x raised to 5 6c2 15 x raised to 4 6c3 again എന്താണ് 6c3 എന്ന് പറഞ്ഞാൽ 20 x ക്യൂബ് 6c4 എന്ന് പറയുന്നത് 15 x സ്ക്വയർ 6c5 എന്ന് പറഞ്ഞാൽ 6 x 6c6 എന്താണ് 1. ഇത് x plus 1 the whole raised to 6 എങ്കിൽ എന്തായിരിക്കും x minus 1 the whole raised to 6. ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇത് അതുപോലെ പ്ലസിന് വരെ ഇവിടെ മൈനസ്, ഇത് പ്ലസ് അതുപോലെ, ഇത് പ്ലസിന് വരെ മൈനസ്, ഇത് അതുപോലെ, ഇവിടെ പ്ലസിന് വരെ മൈനസ്, ലാസ്റ്റ് ടൈം അതുപോലെ. നെക്സ്റ്റ് ഈ കിട്ടിയ രണ്ട് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x raised to 6 x raised to 6 നമുക്ക് ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. ഇത് പ്ലസ് ഇതാണ് കാണേണ്ടത്. അതുകൊണ്ട് രണ്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്താൽ 2 times x raised to 6. ഇത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. ഇതും ആഡ് ചെയ്താൽ 15 x raised to 4 15 x raised to 4 ആഡ് ചെയ്താൽ 30 x raised to 4 എന്ന് കിട്ടും. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 30 x സ്ക്വയർ എന്ന് കിട്ടും. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. 1 + 1 എന്ത് കിട്ടി? 2. Now using this result we have to find √2 plus 1 the whole raised to 6 plus √2 minus 1 the whole raised to 6. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ പ്ലേസിൽ ഇവിടെ √2 വന്നു, അത്രമാത്രം. സോ ആൻസറിലും എക്സിന്റെ പ്ലേസിൽ √2 കൊടുത്താൽ ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ 2 × എക്സിന്റെ പ്ലേസിൽ √2 raised to 6 plus 30 × എക്സിന്റെ പ്ലേസിൽ √2 raised to 4 plus 30 × √2 the whole square plus 2. √2 the whole square എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ √2 the whole raised to 6 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യം. അതായത് ഇതിന്റെ ആൻസർ 8 ആണ്. 8 × 2 16. √2 raised to 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. 4 × 30 120. √2 ന്റെ സ്ക്വയർ 2 2 × 30 60. അവസാനത്തെ 2 അതുപോലെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 198. ഈ രണ്ട് ക്വസ്റ്റ്യനും മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് യൂസിംഗ് ബൈനോമിയൽ തിയറം ഫൈൻഡ് 102 the whole raised to 5. 102 the whole raised to 5 യൂസിംഗ് ബൈനോമിയൽ തിയറം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 102വിനെ എങ്ങനെ എഴുതുക? 100 + 2 the whole raised to 5 എന്ന് എഴുതാം. ഇപ്പൊ ഇത് a + b the whole raised to 5 എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എഴുതണം. 5c0 100 raised to 5 plus 5c1 100 raised to 4 into ഈ സെക്കൻഡ് ടേം 2 എഴുതുക plus 5c2 100 raised to 3 into 2 square plus 5c3 100 square into 2 cube plus 5c4 100 into 2 raised to 4 plus 5c5 2 raised to 5. അല്ലെ 100ന്റെ പവർ കുറഞ്ഞു വരും, 2ന്റെ പവർ കൂടി വരും. ഇനി കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ചെയ്യാം. 5c0 എന്ന് പറഞ്ഞാൽ 1, 100 raised to 5 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ഇട്ടിട്ട് 10 0 ഇടുന്നതിന് തുല്യമാണ്. അടുത്ത് 5c1 എന്ന് പറഞ്ഞാൽ 5 into 100 raised to 4 1 ഇട്ടിട്ട് 8 0 ഇടുക. ഇതേപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 5 × 2 10. അപ്പോൾ 1 9 0 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്താലും നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. Next, the number of terms in the expansion of x plus 2y the whole raised to 9. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? 10. 9 + 1 നേരത്തെ സൂചിപ്പിച്ചു.
നെക്സ്റ്റ് one word question. The first term in the expansion of 2x plus 3y the whole raised to 5 is dash. ഇത് ഫസ്റ്റ് ടൈം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തിട്ട് 5c0 എന്ന് പറഞ്ഞാൽ 1 into 2x raised to 5. സോ ആൻസർ ഫസ്റ്റ് ടൈം എന്താണ്? 5c0 1 ആണല്ലോ. 2x the whole raised to 5 that is 32 into x raised to 5 which is the answer. ഒന്നുകിൽ ഈ പറഞ്ഞ a plus b the whole raised to 4 ആ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.